അരുൺ രാജ് കൂടി നമുക്കൊപ്പം ചേരുന്നു. 21 ഇടങ്ങളിലാണ് അരുൺ രാജ് ED ഇപ്പോൾ റെയ്ഡ് ചെയ്യുന്നത്. ഏതാണ്ട് 3-4 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. പൊതുവെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ED-യിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ 21 ഇടങ്ങളിൽ ED-യുടെ പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR-ന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ കേസിലേക്ക് എത്തുന്നതെന്നാണ് ED ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തിയതിൽ അതിൽ പ്രതികൾ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തികമായി പ്രതികൾ നേട്ടമുണ്ടാക്കിയതിനപ്പുറം ഒരു മണി ലോണ്ടറിംഗ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ED കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തേണ്ടത് അനിവാര്യതയാണ് എന്ന് ED കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതാരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ളത്, ഇതിൽ സാമ്പത്തിക നേട്ടം ആർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നീ കാര്യങ്ങളിലാണ് തങ്ങളുടെ പരിശോധന തുടരുന്നത്. ഈ പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് പ്രതികളുടെ ഡിജിറ്റൽ എവിഡൻസുകൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡോക്യുമെന്റ്സുകൾ ഇവ പിടിച്ചെടുക്കാനാണ് തങ്ങൾ ഈ റെയ്ഡ് നടത്തുന്നതെന്നാണ് ED വൃത്തങ്ങൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ പ്രതികളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ED ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് ED കൈമാറും. കാരണം പ്രതികൾ പണം ലഭിച്ചിട്ടുണ്ട്, പ്രതികൾ സാമ്പത്തികമായി ഇക്കാര്യത്തിൽ നേട്ടം ലഭിച്ചിട്ടുണ്ട്. SKN ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ പ്രതികൾ സംസ്ഥാനത്തിന് പുറത്തേക്കടക്കം ഇതിന്റെ ലാഭവിഹിതം കടത്തിയെന്ന സംശയം ഇപ്പോൾ ED-ക്കുണ്ട് എന്നുള്ളതാണ്. ED ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ED-ക്ക് ലഭിച്ചിട്ടുണ്ട്. ചില പ്രതികളുടെ വീടുകളിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റുകൾ, അത് സംസ്ഥാനത്തിന് പുറത്ത് ഈ പ്രതികൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ഈ പണം ഉപയോഗിച്ച് പ്രതികൾ നടത്തിയിട്ടുള്ള ചില വ്യവസായ സ്ഥാപനങ്ങൾ, ചില ബിസിനസ്സുകൾ എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ബിസിനസ്സുകളെ സംബന്ധിച്ചുള്ള വിവരം കൂടി തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിലേക്ക് തങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ് ED അവസാനമായി ഇറക്കിയ വിവരങ്ങൾ ലഭ്യമാകുന്നത്. എന്തായാലും ED-യുടെ പരിശോധന 21 ഇടങ്ങളിലാണ്. ഈ പ്രതികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഈ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും SIT-യെ സംബന്ധിച്ചും വളരെ ഞെട്ടലാണ്. കാരണം പെട്ടെന്ന് ഇത്രയധികം നടപടിയിലേക്ക് ED പോകുമെന്ന ഒരു ഘട്ടത്തിൽ പോലും ഈ SIT പോലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ED-യുടെ നടപടി വളരെ വേഗത്തിലാകുന്നു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും ED-യുടെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ലഭിക്കുന്ന രേഖകൾ സംബന്ധിച്ചാണ് ED ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. നിർണായകമായ രേഖകൾ അവിടെ നിന്ന് ലഭിക്കാനുണ്ട് എന്നതാണ് ED-യുടെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളോട് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. താങ്ക് യു. അരുൺ രാജാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.